ഇന്നത്തെ താരം ഇതാണ് കേട്ടോ. ഈ ഒരു ചീരയെ ഉള്ളിവിടെ കേട്ടോ. അതിൽ 2-3 തണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് 2 ഐറ്റം ഇതിലങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനതിൻ്റെ തണ്ട് വേറെ ഇല വേറെ ഇങ്ങനെയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര തണ്ട് വെച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു തീയൽ, പിന്നെ ചീരയുടെ ഇലയും ചക്കക്കുരുവും കൊണ്ട് നല്ല സൂപ്പർ ഒരു തോരനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നും ചേച്ചിക്ക് ചക്കക്കുരു, ചീരയില, ചീരത്തണ്ട് അല്ലെങ്കിൽ കാന്താരിയില ഇതൊക്കെയാണെന്നല്ലേ? ഞാനിപ്പോൾ ശരിക്കും ഞാൻ പറയില്ല, ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ടില്ല ഞാൻ ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ നമുക്ക് കുറച്ച് ഒരു ചീരയൊക്കെ ഇപ്പോൾ ഉള്ളെങ്കിൽ ഞാനതിൻ്റെ ഇലയിൽ നിന്ന് എടുക്കുകയൊന്നുമില്ല. അത് ഒന്നല്ലേ ഉള്ളൂ, അതെന്ത് ചെയ്യാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. ഇപ്പം ഞാൻ വിചാരിക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാമല്ലോ ഒന്ന്. അതായത് ഇതുപോലെ ചക്കക്കുരു ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. നല്ല പാത്രമാണ്. ഞാൻ വിചാരിച്ചില്ല ഇത് വളരെ വിലക്കുറവാണ്, പക്ഷേ തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ചക്കക്കുരു ഫ്രിഡ്ജിൽ വെച്ചത്. അതപ്പോൾ ആ ചട്ടി പൊട്ടി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. സൈഡൊക്കെ പൊട്ടി കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ സൈഡ് പൊട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ചക്കക്കുരു ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു പാത്രത്തിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് പറ്റൂല, അത് പെട്ടെന്ന് നമ്മളെടുത്ത് വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇലയൊക്കെ കിട്ടുമ്പോഴേ നമുക്കതെടുത്ത് തോരൻ വയ്ക്കാൻ പറ്റുമല്ലോ. ഇത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നീട് ഇതവിടെ ഇരുന്ന് ഉണങ്ങുകയും ചെയ്യും ചക്കക്കുരു. ആ ഒരു മുളക് മുറിക്കുന്നതിനായിട്ട് അത്രയും മസിൽ പിടിക്കുന്നത്, ചുണ്ടൊക്കെ കടിച്ച് പിടിച്ചിട്ടേ. ഇത് കണ്ടോ, ഞാനിതൊരു LED ലൈറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഓൺലൈൻ വാങ്ങിയതാണിത്. എനിക്ക് മുകളിലാണ് 2 ബൾബ് ഉള്ളത്, താഴേക്ക് നമുക്ക് വെട്ടാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ വാങ്ങിയതാണിത്. ഞാനിതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. നല്ല വെട്ടം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനും ഒക്കെ കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള ഈ ഇലകളാണെങ്കിലും ചക്കക്കുരു, ചക്കക്കൂഞ്ഞിയുടെ തോരൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നയ്ക്ക് ഇത് ചക്കക്കൂഞ്ഞി അരിയുന്നതെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയുന്നൊരു ഒരു ഭാഗം കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാനെന്താ ഇങ്ങനെ ചില ഷോർട്ട് കട്ടുകളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. കടുക് ഇങ്ങനെ വറുത്തതിന് ശേഷം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പിന്നീട് കടുക് വറക്കാൻ നിൽക്കേണ്ട. ആ ഒരു പാത്രവും കഴുകുന്നത് നമുക്ക് എളുപ്പമാക്കാം. ജോലിയും എളുപ്പം കൊണ്ട് തീരും. പിന്നെ ഞാൻ ഈ പച്ചമുളക് എടുത്ത ആ ഒരു കണ്ടെയ്നറും നല്ലത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതും കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഈ ചക്കക്കുരു ഫ്രിഡ്ജിൽ വെച്ചത് ഈ ഒരു പാത്രത്തിൽ, ഇത് കട്ട് ചെയ്ത് വെച്ചതും ഈ ഒരു പാത്രത്തിൽ, പിന്നെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു കടായി ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുത്ത് ഫ്രൈ ചെയ്തത് ആ ഒരു കടായിലാണ് കേട്ടോ. അപ്പം പാത്രങ്ങളെല്ലാം എങ്കിലും നമ്മുടെ സിങ്ക് എപ്പോഴും നിറഞ്ഞേ കിടക്കാറുള്ളേ. അപ്പോൾ ഇങ്ങനെ ഒന്നെടുത്ത് അതിൽ തന്നെ അടുത്തതും എടുത്ത് ഇങ്ങനെ കുറേ പരിപാടികളാണ് കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ചക്കക്കുരു അപ്പുറത്തേക്ക് തോരനും വയ്ക്കാം, ഇപ്പുറത്ത് നമുക്ക് തീയലും വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ പുളി സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ കണ്ടോ, നല്ല സോഫ്റ്റായി മാറി. നമ്മൾ ശരിക്കും ഉപ്പില്ലേ, കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് കല്ലുപ്പില്ലായിരുന്നു, പൊടിയായിരുന്നു, ഉപ്പ് പൊടിയായിരുന്നു. കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. നമ്മുടെ പുളി ചമ്മന്തി അരയ്ക്കാനൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അരഞ്ഞ് വരാനൊക്കെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ടും നേരത്തെ വെള്ളത്തിലൊന്നും ഇടേണ്ട നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോഴത്തേക്കേ. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് ഇതായി പോകുന്നതല്ല. എന്നാൽ തോരനൊക്കെ നല്ലതാണ്. ഒരുപാട് വെന്തം കൊണ്ട് കുഴഞ്ഞു പോകാതെ നന്നായിട്ടിരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ തീയലെന്ന് പറഞ്ഞാൽ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തീയൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കറിയുടെ കൂട്ടത്തിൽ തീയൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. മോന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ നല്ല വിഷമയം ഇല്ലാത്ത നല്ല പച്ചക്കറിയല്ലേ. അപ്പം ഞാനതെടുത്തിട്ട് തണ്ടൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമ്പാർ വയ്ക്കാനോ തീയൽ വയ്ക്കാനോ ഒക്കെ പാകത്തിനിട്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുരു അവിടെ വെന്തു, തോരൻ അവിടെ റെഡിയാവുന്നുണ്ട്. അരപ്പ് ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്നും കാണിക്കുന്നില്ല. നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള വീഡിയോസാണല്ലോ, റെസിപ്പീസൊക്കെ ആണല്ലോ അതൊക്കെ. അപ്പോൾ അത് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ കറി അവിടെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി ഞാൻ
ഇതിന് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കടായിൽ തേങ്ങ, ചെറിയ ഉള്ളി, ഉലുവ, ഇത്രയും കൂടെയാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുകയാണ് ചെയ്തത്. മല്ലിപ്പൊടി, മുളക് പൊടി മുഴുവനേ ഉള്ളത്. എൻ്റെ കയ്യിലില്ലായിരുന്നു, മുളകുണ്ടായിരുന്നു, മല്ലിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെയൊക്കെ വറുത്തിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തേ ഒരുപാട് സമയം പോകും. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീട്ടിലത്തെ സംഭവങ്ങൾ തന്നെ. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഈ ചക്കക്കുരു ആണെങ്കിലും ഒരുപാടൊന്നും അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് പോകും. പക്ഷേ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഈ ഐഡിയ എനിക്ക് തോന്നിയത്. നമുക്ക് പണി ഒരുപാട് എളുപ്പമാണ്. നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചക്കക്കുരു അങ്ങനെ ഒരുപാട് വേസ്റ്റാക്കി കളയാറില്ല ഞാൻ. ഇങ്ങനെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 5 അല്ല ഒരാഴ്ച വരെയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളത് വെക്കുമ്പോഴേ വെള്ളമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടേ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങോട്ട് കുറച്ചെടുത്തിട്ട് അപ്പം തന്നെ അടച്ച് വീണ്ടും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സംഭവം ചിലപ്പം കേടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തീയലുണ്ട്, തോരനുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു എനർജി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് മൊജിറ്റോയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. ഇതിൻ്റെ ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലിപ്പം നമുക്ക് മിൻറ്റും ലെമനുമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കളർ നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പം കളർ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എന്നും ഒന്നും അത്ര നല്ല സംഭവമല്ല കേട്ടോ. ഹെൽത്ത് അത്രയും അങ്ങോട്ട്. പിന്നെ ഒരാഴ്ച 2 ദിവസമൊക്കെ ഞാൻ കുടിക്കും. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു നമുക്കൊരു ഉത്സാഹമൊക്കെ ഇങ്ങ് വരും കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുണ്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ചൂട് വെള്ളമാണ്, ആ ജഗ്ഗിലിരിക്കുന്നത്. അത് നല്ലതല്ല. പിന്നെ ഇത് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ സോഡ ഒഴിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. സോഡ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കുറച്ച് കൊളസ്ട്രോളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ അല്ല, ഇപ്പോഴും ഉണ്ട്. മെഡിസിൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും ചെറിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ സംഭവമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പിന്നെ മൂഡൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക. ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചും അല്ലെങ്കിൽ ഒരു കാപ്പിയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടം, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചെയ്യുക. അല്ലാതെ ഇപ്പം നമുക്കിപ്പം മൊജിറ്റോ തന്നെ കുടിക്കണമെന്നൊരു നാരങ്ങ വെള്ളം ആയാലും മതി. എന്തെങ്കിലും നമുക്ക് ചിലപ്പം നമുക്കൊരു കട്ടൻ ചായ ആയിരിക്കും കുടിക്കാൻ തോന്നുന്നത്. അപ്പം നമ്മൾ പറയും എല്ലാ സമയത്തും ചായ കുടിക്കുന്നത് നല്ലതല്ല, അത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് നമുക്കൊരു ചേഞ്ച് വേണം. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സത്യം പറയാൻ ഇരിക്കാറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നടന്ന് തന്നെ കുടിക്കും. ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇരിപ്പ് നടക്കില്ല. ജോലി കഴിഞ്ഞാലേ ഇരിക്കുകയുള്ളൂ. ഈ വെള്ളമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്നത് തന്നെ ഇപ്പം തുടങ്ങിയതാണ്. അതായത് കുറച്ചൊക്കെ ഒന്ന് വയ്യാതെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കുറേ നാളായതാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കൊണ്ടു തരുന്നതാണ്. നമുക്കല്ലാതെ ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഇതുവരെ. സർജറി കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് കൊടുത്തു വിടും. എനിക്കൊന്ന് മുളകൊക്കെ ഇരുന്നിട്ടൊന്ന് കുറച്ച് നാളായിട്ടുണ്ടത്. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് അറിയാനും വയ്യ. ഇനി എടുക്കുമ്പോൾ ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ കഴുകിയൊന്ന് ഉണക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അവിടെ നോക്കിയാൽ 2 ബോട്ടിലിലും ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം. ഇത് ഹസ്ബൻഡ് കിച്ചണിൽ കയറിയ സമയത്ത് പുള്ളി ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വന്ന് ഞാനും ഇട്ട് വെച്ചു, നോക്കിയില്ല. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഇതെന്ത് 2 എണ്ണം എന്ന് ആലോചിക്കുമ്പോൾ 2-നും ജീരകം തന്നെ. പിന്നെ ഞാനത് മാറ്റിയില്ല കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റുമ്പോൾ ചിലപ്പോൾ കുറച്ച് നനവോ വേണ്ട, ഒന്നാമത്തെ മഴയല്ലേ, പെട്ടെന്നൊക്കെ പൂത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് അത് ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. മാറ്റിയില്ല, അങ്ങനെ തന്നെ വെച്ചിരുന്നു കേട്ടോ ഞാനത്. പിന്നെ കടുകുണ്ട്, വറ്റൽമുളകുണ്ട്. ഈ പൊട്ടുകടലയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ ആയി, എനിക്കൊന്ന് 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ കുറച്ച് ദിവസം കൊണ്ടേ ആലോചിക്കുകയാണ് ഞാൻ ഇത് എടുത്തൊക്കെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അതങ്ങോട്ട് നടക്കും, നമ്മുടെ ഈ പണി ഇവിടെ നടക്കും. അപ്പം നമ്മളിവിടെയൊക്കെ നമ്മൾ മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് മടുപ്പാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ എനർജി ഡ്രിങ്കെന്ന് നമുക്കിതിനെ പറയാൻ പറ്റത്തില്ല, എനർജി ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്യും. നിങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാകും, എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മളിത് കുടിച്ചാൽ മാത്രം പോരാ, നമ്മളങ്ങോട്ട് ചിന്തിക്കുക, ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് ഇപ്പം നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എനർജിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കുകയും കൂടെ വേണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഇത് നമ്മൾ കൊടുത്തുകൊണ്ടും ഇരിക്കുക, വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ വളരെ ലാവിഷായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ചൊന്ന് പുഴുങ്ങി വെക്കുകയാണ്. അപ്പം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ എളുപ്പമാണല്ലോ.
ഞാൻ ചിലപ്പോൾ കറി വയ്ക്കുമ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതവിടെ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കും. കിച്ചണിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ പിന്നെ നമുക്ക് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഞാൻ ഈ ഒരു പരിപാടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഏകദേശം 1 മണിയൊക്കെ ആകും, 12 1 മണിയാകും കേട്ടോ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇത് കുറച്ച് ചിക്കനാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പോലെ തന്നെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു പാത്രം കണ്ടോ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിപ്പോൾ ഞാൻ ചക്കക്കുരു ഫ്രിഡ്ജിൽ വെച്ചു, ചക്കക്കുരു അരിഞ്ഞിട്ട് വെച്ചു, ചക്കക്കുരു കഴുകിയെടുത്ത് അതിലാണ്. ഇപ്പോൾ അതാ ചിക്കൻ ഇതിനകത്ത് മസാല പുരട്ടി വെച്ചാൽ. പക്ഷേ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഞാൻ എടുത്ത് വെക്കില്ല, ഇതിൽ പിടിക്കത്തില്ലെന്ന് എനിക്ക് തോന്നി കേട്ടോ. ചില പാത്രങ്ങൾ ഇത് വളരെ ഞാൻ പറഞ്ഞു വളരെ വിലക്കുറഞ്ഞ പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ പിടിക്കില്ല എന്ന് ഉറപ്പ് തോന്നിയത് കൊണ്ടാണ് അതിനകത്ത് എടുത്തത്, അല്ലേ ഞാൻ അങ്ങനെ കളറാക്കാനായിട്ട് എടുക്കില്ല കേട്ടോ അത്. അപ്പം നമുക്കിത് എയർ ഫ്രയറിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് മോന് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർ ഫ്രയറിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ഇടാതെ കുറച്ച് നമ്മൾ ഒരു പിന്നെ പാനിലേക്ക് ഒരു 5-10 മിനിറ്റ് നമ്മൾ പാനിലൊന്ന് ഫ്രൈ, കുറച്ച് മാത്രം ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മറ്റേത് കുറച്ച് ഡ്രൈ ആകുമ്പോൾ അല്ലെ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ നമുക്ക് വരില്ലേ, അത് വരത്തില്ല. മോൻ പറഞ്ഞു നമ്മൾ ഇതുപോലെ പാനിൽ വെച്ച പോലെ തന്നെ തോന്നുന്നു പറഞ്ഞു. ഇത് ഈ ഒരു നമ്മുടെ എയർ ഫ്രയറിൽ വെക്കുന്ന ട്രേകളാണ്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ലതാണ്, ഒരുപാട് നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ കപ്പ് കേക്ക് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ ഇതിവിടെ കുറച്ചൊരു 5-10 മിനിറ്റോളം, മാക്സിമം 10 മിനിറ്റിനപ്പുറം വയ്ക്കില്ല കേട്ടോ. അതുപോലെ ഓയിലും വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് അങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ അതൊക്കെ ഏകദേശം അങ്ങോട്ട് ആയി വരുന്നുണ്ട്. അപ്പം നമുക്ക് എയർ ഫ്രയർ ഒക്കെ ഇടുന്നു പിന്നെ എന്താണ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ട്, കാരണം കിച്ചണിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. ക്ലീനിങ്ങും കാര്യങ്ങളും എനിക്ക് കുറേ ഉണ്ട് കേട്ടോ. കുറച്ചായിട്ട് ചെയ്യാം, നമുക്ക് കുറച്ച് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പം നമുക്കിതുപോലെ കുറേ ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു 1.5 മാസം നമ്മൾ അടുക്കളയിലില്ലെങ്കിൽ അറിയാമല്ലോ, നമുക്ക് എന്തോരം പണികൾ പെൻഡിങ്ങിലുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഒതുക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എയർ ഫ്രയർ ഒന്നും പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പ് ചിക്കൻ മേടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഞാൻ എത്ര കുറച്ച് വാങ്ങിയാലും അങ്ങനെ ഒരുപാടൊന്നും ഇവിടെ കഴിക്കില്ല കേട്ടോ ആരും. അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ആദ്യം കറി വെച്ചു, പിന്നീട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്തത്, പിന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രൈ ഒക്കെ നമ്മൾ ഓയിലിൽ ചെയ്ത് കഴിഞ്ഞാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറച്ച് ഞാൻ ഇതൊക്കെ ചിലപ്പോൾ കഴിക്കും കേട്ടോ, കുറച്ചൊക്കെ, ഒരുപാടൊന്നും കഴിക്കത്തില്ല, ആരും അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല ഇവിടെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ വെച്ച് അത്യാവശ്യം എനിക്ക് എയർ ഫ്രയറിൽ വെക്കുന്നു പറഞ്ഞിട്ട് വലിയ വിഷയം തോന്നാറില്ല. പിന്നെ ചെറിയൊരു എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ, ഒരു സ്മോക്കി ഫ്ലേവർ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോഴാണ് മോൻ എൻ്റെ അടുത്ത് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒട്ടും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ ഓയിൽ, ആ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെ മതി കേട്ടോ, ഞാനിനി ചെയ്യുന്നില്ല. ഒരു 20 മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ, 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ, റെസിപ്പിയൊക്കെ കാണുന്ന, നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ടേ. അപ്പോൾ ഞാനത് ആ ട്രേയിലേക്ക് ആക്കിയിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് ക്ലീനിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിവിടെ റെഡിയാകും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇത് തിരിച്ചിടുന്നുണ്ട്. അതിൻ്റെ ടൈം തന്നെ കാണിക്കും കേട്ടോ, ഫുഡ് നമ്മൾ മറിച്ചിടാനായിട്ടുള്ളൊരു ഓപ്ഷൻ കാണിക്കും. എപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ അതിന് മുമ്പും എയർ ഫ്രയറിന് അങ്ങനെ ഗുണമുണ്ടല്ലോ, നമുക്ക് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് 2-3 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വെച്ച് വലിയ ക്രിസ്പി ആക്കുന്നില്ല, എങ്കിലും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ ക്രിസ്പിയുടെ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ കേട്ടോ, താല്പര്യമില്ല. അപ്പോൾ ഞാനിതാ ഇവിടെ വീണ്ടും അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇപ്പോൾ അത് അത്യാവശ്യത്തിന് നമുക്കതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. എന്ന് വെച്ചാൽ ഒട്ടും സോഫ്റ്റും അല്ല എന്നാൽ ഹാർഡും അല്ല, തീർന്നിട്ടുണ്ട് ഇന്നത്തെ